ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിച്ചുസ് മീഡിയ. ഇന്ന് നമുക്കൊരു ചായക്കട പലഹാരമായാലോ? പപ്പടവട അല്ലെങ്കിൽ പപ്പട ബോളി എന്നൊക്കെ പറയുന്ന ചായക്കട പലഹാരം. പപ്പടവട ഉണ്ടാക്കാനായി എടുക്കുന്ന പപ്പടം 15 മിനിറ്റ് നേരം വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം വേണം ഉപയോഗിക്കാൻ. പപ്പടം ഒന്ന് സ്റ്റിഫ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3/4 കപ്പ് അരിപ്പൊടി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും, ചെറിയ ജീരകമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിടുമ്പോൾ വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഏകദേശം 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ദോശമാവിൻ്റെ പരുവത്തിൽ വേണം നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. കുറച്ച് വെള്ളം വീതം ഒഴിച്ച് കൊടുത്ത് വേണം ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. വെള്ളം കൂടിപ്പോയാൽ പപ്പടത്തിൽ മാവ് പിടിക്കില്ല. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഇനി നമുക്ക് പപ്പടവട വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ പപ്പടവും ഈ മാവിലൊന്ന് മുക്കിയെടുക്കണം. 2 സൈഡും നന്നായി തന്നെ മുക്കിയെടുക്കണം. ഇനി നമുക്കിത് വറുത്തെടുക്കണം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും നന്നായി മൊരിഞ്ഞ ശേഷം വേണം എണ്ണയിൽ നിന്നും നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ എല്ലാ പപ്പടവും നമുക്കൊന്ന് വറുത്തെടുക്കാം. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻസായി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.